ഇന്ദ്രൻ ചേട്ടൻ്റെ ഹ്യൂമിലിറ്റി ഞങ്ങളൊക്കെ കണ്ടു പഠിക്കുകയാണ് ചേട്ടാ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് സോ ഹംബിൾ ഇൻ ലൈഫ്. ഐ ഓൾവേസ് അഡ്മയർ ഹിം. ഞാൻ എപ്പോഴും വിചാരിക്കും, ഇപ്പം ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു മൂലയിൽ നിൽക്കുക, നമ്മുടെ ലൊക്കേഷനിൽ വന്നാലും അതെ, ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. ഇത്ര വലിയ ഞങ്ങളെയൊക്കെ മേടിക്കാനുള്ള കാശുണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ കയ്യിൽ. പക്ഷേ ആ ലുക്ക് കണ്ടാൽ നമ്മൾ പറയോ, ഇത്ര രൂപ ശമ്പളം മേടിക്കണ ഒരാളാണ്, ഇത്ര വലിയ റെമ്യൂണറേഷൻ സിനിമയിൽ മേടിക്കണ ഒരാളാണ്, ദിവസത്തിന് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കണ ഒരാളാണ്. പക്ഷേ അതൊന്നും ചേട്ടൻ്റെ ബിഹേവിയറിൽ ഉണ്ടാവില്ല. ഞാൻ ആദ്യം കണ്ട അതേപോലെ തന്നെയാണ്. ഇത്രയും വലിയ ഒരു ക്യാരക്ടർ, പണ്ട് കോമഡി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇമേജ് അല്ല ചേട്ടൻ ഇപ്പോൾ ഒരു ക്യാരക്ടർ ആക്ടർ ആയതിനു ശേഷം ഇസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ എന്ന് എല്ലാവരും പറയും. നമ്മുടെ സിനിമയിലും എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് ഇന്ദ്രൻ ചേട്ടൻ പറയുന്ന ആ ഡയലോഗിൽ. നമ്മൾ അങ്ങനെ ആ വിഷ്വൽസ് കണ്ടുപോകും, ചേട്ടൻ്റെ ആ ശബ്ദത്തിലും പെർഫോമൻസിലും നമ്മൾ ഇരുന്നു പോകുന്നു. അതുപോലെ എല്ലാവരും മെൻഷൻ ചെയ്ത ഒരാളാണ് പൂജ. പൂജ ഒരു 1-2 സീനിലാണ് വരുന്നത്, പക്ഷേ ഐ വാസ് അമേസ്ഡ് ബൈ ഹർ സ്ക്രീൻ പ്രസൻസ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പൂജ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നുള്ളത്. ദാറ്റ് ഷോസ് ഇൻ എവറി സീൻ. വെൻ ഷീ വാക്സ് ഇൻ, ഷീ ഈസ് ദ ഫോറസ്റ്റ് ഓഫീസർ. അങ്ങനെ ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ ആവേശത്തിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് പൂജേനെ. പക്ഷേ വെൻ ഐ റിയലി വർക്ക് വിത്ത് യു, യു ആർ എൻ അമേസിങ് ആർട്ടിസ്റ്റ്. ഐ ഷുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ്. ആൻഡ് ഇവിടെ നെക്സ്റ്റ് നമ്മളുടെ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആത്മീയ. വന്നതുകൊണ്ട് എനിക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു മെൻഷൻ അബൌട്ട് ദം.